ഡാൻസ് പഠിക്കുന്ന കുട്ടികളൊക്കെ ചിലപ്പോൾ കാണികളായിട്ടുണ്ടാവും. എനിക്കങ്ങനെ കാണാൻ പറ്റുന്നില്ല, പക്ഷെ എന്നാലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നോക്കി. ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഡാൻസ് പഠിക്കുന്നവർ ഈ കൂടുതലുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അവർക്ക് വേണ്ടി ഞാൻ ഈ ആക്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. സ്വാമിയെ അടി തോടുക, എല്ലാ വർണ്ണത്തിലെയും പോലെ വിരഹം തന്നെയാണ് ഇതിൻ്റെയും മെയിനായിട്ടുള്ളൊരു തീം. സ്വാമിയെ അഴയിട്ട് ഓടിവ സഖിയെ, സഖി എന്ന് പറഞ്ഞാൽ കൂട്ടുകാരി, ഫ്രണ്ട്. സ്വാമി മൈ ലവർ, മൈ ബിലവഡ്. അത് ഓഫ്കോഴ്സ് നടരാജൻ ശിവനാണ്. ശിവനെ വേഗം കൂട്ടിക്കൊണ്ടു വരും എന്നാണ് നായിക പറയുന്നത്. പക്ഷേ തോഴിക്കറിയാം, ഫ്രണ്ടിനറിയാം ഇതാരെയാണ് കൂട്ടിക്കൊണ്ട് വരാൻ പറയുന്നത് അറിയാം. പക്ഷെ ചെറിയൊരു ഗിമിക്ക് പ്ലേ ചെയ്യാണ്. പുള്ളിക്കാരി ചോദിക്കും, ആരെയാണ് വിളിച്ചോണ്ട് വരേണ്ടത്? ഗരുഡന്റെ പുറത്തുള്ള അദ്ദേഹത്തിനെയാണോ? പക്ഷേ അത് വിഷ്ണു ഭഗവാനല്ലേ? അല്ല. ഓ, അപ്പോ മയിൽ വാഹനനെയാണോ ഞാൻ കൂട്ടിക്കൊണ്ട് വരേണ്ടത്? ആരാ മയിൽ വാഹനൻ? മുരുകനെ അല്ല. അപ്പൊ ഓ, എന്നാൽ എലിയുടെ പുറത്ത് വരുന്ന ആളാവും. ആരാ എലിയുടെ പുറത്ത് വരുന്നത്? മൂഷിക വാഹനൻ ഗണപതി. ഗണപതി ഒന്നല്ല, എന്റെ സ്വാമി നന്ദിയുടെ പുറത്ത് വരുന്ന ആളാണ്. എന്നിട്ട് ഒരു നിമിഷം നായക സ്വപ്നത്തിലേക്ക് പോകണം. സ്വപ്നത്തില് തോഴി കൂട്ടിക്കൊണ്ട് വന്നു നായകനെ. എന്നിട്ട് നായികയുടെ കരപ്പിടിച്ച് ഭഗവാൻ ഇങ്ങനെ നടക്കുന്നു. അവര് തമ്മില് ഒന്നു ചേർന്ന് എന്നൊരു സ്വപ്നം കാണുന്നതാണ് പല്ലവിയില്. പിന്നീട് കരപല്ലവിയിൽ എന്താ പറയണേ? ചന്ദ്രൻ എപ്പോഴും നല്ല കുളിർമയാണ് നമുക്കല്ലേ. രാത്രി ആയി കഴിഞ്ഞാൽ എത്ര ചൂടുണ്ടെങ്കിലും ഒരു സുഖമുള്ള തണുപ്പായിരിക്കും. പക്ഷെ ഇപ്പൊ എന്റെ നാഥൻ എന്റെ അടുത്ത് ഒരുപാട് ദൂരെ ആയതുകൊണ്ട് വിരഹത്തിന്റെ താപത്താൽ എനിക്ക് ഈ ചന്ദ്രന്റെ നിലാവ് പോലും എനിക്ക് അസഹനീയമായ ചൂടായിട്ട് തോന്നുകയാണ്. പെട്ടെന്ന് നായികയ്ക്ക് തോന്നുകയാണ്, അതാ അദ്ദേഹം അവിടെ വന്നു. അവള് മെല്ലെ വിളിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് തോളത്തൊക്കെ കൈയിട്ട് ചന്ദ്രനോട് പറയും, കേട്ടോ എന്റെ നാട്ടിൽ പറഞ്ഞു ഇത് നിനക്ക് എന്താ ഇങ്ങനെ ചൂടിൽ അടക്കാനൊന്നും പറ്റില്ല എന്ന് പറയുകയാണ്. പിന്നെയും തോഴി വലിയ ഭാവം കാണിക്കാണ്, എനിക്കറിയില്ല. അപ്പൊ നായിക പറയും, ഇതാണ് സമയം, ദിസ് ഇസ് ദ ടൈം. എവിടെ ബോധം പറയുന്നത്? എനിക്കിവിടെ കേൾക്കും. സ്പ്രിങ്ങിന്റെ സമയമാണ്. എല്ലാ പൂക്കളും ഭംഗിയായി പുഷ്പിച്ചു നിൽക്കുന്ന ഒരു കാലമാണ്. ദിസ് ഇസ് ദ ടൈം. നോക്കൂ, കിളികളെല്ലാം ഇണചേരുന്നു, മാലകളെല്ലാം ഇണചേരുന്നു. ഈ സമയത്ത് അത്യാവശ്യമായിട്ട് നീ എൻ്റെ നാഥനെ എൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പറയുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് തീം. ബാക്കി നിങ്ങൾ കാണുക. പ്ലീസ് വാച്ച് ആൻഡ് എൻജോയ്. ഡേവിഡ് കണ്ടിന്യൂ.